ഹായ്, വെൽക്കം ടു മൈ ചാനൽ സ്വീറ്റ് ഹോം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് ബിരിയാണികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി 15 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചതാണ്. നമ്മളെപ്പോഴും റൈസ് ആദ്യം നന്നായിട്ട് കഴുകുക, അതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർത്തി വെക്കുക കേട്ടോ. കുതിർത്തി വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ അരിയൊക്കെ പൊടിഞ്ഞു പോവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജീരകശാല റൈസ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. ചെറിയ അരിയില്ലേ, അത് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇത് റൈസ് നിറയെ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫൊക്കെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 6-7 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും റൈസ് റെഡിയാവും. അപ്പോൾ ജീരകശാല അരിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. നിറയെ വെള്ളത്തിൽ ഇതുപോലെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം. അല്ല, നിങ്ങൾ എപ്പോഴും റൈസ് എങ്ങനെ തയ്യാറാക്കുന്നെങ്കിൽ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് ഒട്ടും തന്നെ കുഴയാതെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിന്ന് ആ ഗരം മസാലയൊക്കെ മാറ്റാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ ഇല്ലേ, അതൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടാതെ കുഴയാതെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ 3 ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പേസ്റ്റാണ് ചേർക്കാനുള്ളത്. 2 തക്കാളി, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഇത്രയും ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിത്തിരി മാത്രം മുളക് പൊടി ചേർത്തത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതിയാവും. തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും കേട്ടോ ഇതിന്. പിന്നെ അതുപോലെ തന്നെ റൈസും പച്ചക്കറിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബീൻസ് ചേർക്കുന്നുണ്ട്, കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, കുറച്ച് സോയ ചേർക്കുന്നുണ്ട്. സോയ ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഞാൻ ഒരു പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കോളിഫ്ലവർ ചേർക്കാം, ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്
ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തൈരൊക്കെ ചേർത്തതല്ലേ, അപ്പം ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതേപ്പോൾ പച്ചക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നിറയെ ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ലെയർ മസാല ഇടുക, ഒരു ലെയർ റൈസ് ചേർക്കുക, അങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മസാലയുടെ മുകളിലേക്ക് റൈസ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സവാള നെയ്യിൽ വറുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കാം. അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മിക്സ് ചെയ്യാതെയാണ് സെർവ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മസാല തനിയെ റൈസ് തനിയെ അങ്ങനെയും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് പപ്പടമോ അച്ചാറോ അല്ലെങ്കിൽ തൈര് സാലഡൊക്കെ വെച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.